സോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് പാർട്ടാണ് ക്ലാസ്സിൻ്റെ. സോ നമ്മൾ ഇതുവരെ ബാക്കിയുള്ള എല്ലാ മെയിൻ ആയിട്ടുള്ള എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ പാർട്ടും കഴിഞ്ഞിരുന്നു. ബ്രിക്ക്, സിമെന്റ്, കോൺക്രീറ്റ്, ലൈൻ, അഗ്രിഗേറ്റ്, ടിമ്പർ, സ്റ്റോൺസ് ഇതൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. ഇനി നമുക്ക് കുറച്ച് ലെഫ്റ്റ് പോർഷൻസ് ഉള്ളത് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് we can deal with the paint. Okay, paint, varnishes and distempers. അതാണ് നമ്മളിന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ പെയിന്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം എന്താണ് നമ്മുടെ എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഇന്റീരിയർ. അതിന് നമ്മളൊരു ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി അത് പല എന്താണ് പ്രൊട്ടക്ഷൻസ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ എസ്തെറ്റിക് അപ്പിയറൻസിന് ഇതൊക്കെ എല്ലാം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെയിന്റ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പെയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡീൽ വിത്ത് ദി ഇൻഗ്രീഡിയൻസ് ഓഫ് പെയിന്റ്. ഓക്കെ, അപ്പോൾ 5 ടൈപ്സ് ഓഫ് ഇൻഗ്രീഡിയന്റ് ആണ് ഒരു പെയിന്റിലുള്ളത് ആസ് എ ഹോൾ. സോ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഓഫ് ദി പെയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് BSc പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡീൽ വിത്ത് ദി ഫസ്റ്റ് ബേസ്. ഓക്കെ, അപ്പോൾ 4 ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് വൺ ഇസ് ബേസ്, സെക്കൻഡ് വൺ ഇസ് വെഹിക്കിൾ ഓർ കാരിയർ, തേർഡ് വൺ ഇസ് ഡ്രയർ, ഫോർത്ത് വൺ ഇസ് കളറിംഗ് പിഗ്മെന്റ്സ് ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് സോൾവെന്റ് ഓർ തിന്നർ. സോ ഇതിനകത്ത് എന്താ പറയാ, ഓരോ ഈ ഇൻഗ്രീഡിയൻസിനും ഓരോ രീതിയിലുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ബേസ്. അപ്പോൾ ബേസ് എന്താണെന്ന് നോക്കാം. ബേസ് ഇസ് ആക്ച്വലി എന്താണ്, ബൾക്ക് ഓഫ് പെയിന്റ് എന്ന് പറയും. ബൾക്ക് ഓഫ് പെയിന്റ് അല്ലെങ്കിൽ വോളിയം ഓഫ് പെയിന്റ്, ഏറ്റവും കൂടുതൽ വോളിയം നമ്മുടെ ഒരു പെയിന്റിലുള്ളതെന്ന് പറഞ്ഞാൽ ബേസിനാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ക്യാരക്ടർ ആൻഡ് ദ ഡ്യൂറബിലിറ്റി ഓഫ് ദ പെയിന്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ബേസ്. അപ്പോൾ ആ ബേസിന്റെ മെറ്റീരിയൽ ഏതാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പെയിന്റിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ പറയുന്ന ബേസ് കാരണമാണ് നമുക്ക് ഷ്രിങ്കേജ്, ക്രാക്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ബേസ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇറ്റ് ഫോംസ് വോളിയം ഓഫ് ദി പോയിന്റ്. മെജോറിറ്റി അല്ലെങ്കിൽ മേജർ ഷെയർ എന്ന് പറയുന്നത്, മേജർ പെർസെന്റേജ് എന്ന് പറയുന്നത് ബേസ് ആയിരിക്കും ഈ ഒരു ഇൻഗ്രീഡിയൻസ്. സോ നമുക്കിനി ഏതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ കോമൺലി. സോ വൈറ്റ് ലെഡ്, സെക്കൻഡ് വൺ ഇസ് റെഡ് ലെഡ്, തേർഡ് വൺ ഇസ് ഓക്സൈഡ്സ് ഓഫ് സിങ്ക് ഓർ സിങ്ക് വൈറ്റ്, oxide of iron, titanium white, aluminum powder and lithophone. ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ്. ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ആ രീതിയിൽ പഠിച്ചിരിക്കാം. അപ്പോൾ നമ്മൾ ബേസിനെ കുറിച്ച് പറഞ്ഞു. സെക്കൻഡ് വൺ ഇസ് വെഹിക്കിൾ ഓർ കാരിയർ. അപ്പൊ രണ്ട് രീതിയിലും ആ രണ്ട് നെയിമും പഠിച്ചു വയ്ക്കുക. അപ്പൊ എന്തിനാണ് നമ്മൾ വെഹിക്കിൾസ് അല്ലെങ്കിൽ കാരിയർ, അതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. സോ ഇറ്റ് ഹോൾഡ്സ് ദ ഇൻഗ്രീഡിയന്റ് ഓഫ് എ പെയിന്റ് വിച്ച് ഇസ് ഇൻ ലിക്വിഡ് സസ്പെൻഷൻ. അതായത് ലിക്വിഡ് സസ്പെൻഷനിൽ ഇൻഗ്രീഡിയൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഫംഗ്ഷൻ ആണ്, ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറിനുള്ളത്. ഓക്കെ, വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറിന് സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി എന്താണ്, ഹോൾഡ്സ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് എ പെയിന്റ് ഇൻ ലിക്വിഡ് സസ്പെൻഷൻ. ലിക്വിഡ് സസ്പെൻഷനിൽ അതിനെ ഹോൾഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് കോമൺലി യൂസ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ നോക്കാം. ലിൻസീഡ് ഓയിൽ, ടങ് ഓയിൽ, പോപ്പി ഓയിൽ, നട്ട് ഓയിൽ, ഇതൊക്കെയാണ് എന്ത് മെയിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വെഹിക്കിൾസ് അല്ലെങ്കിൽ കാരിയർ എന്ന് പറയും. സോ എക്സാംസിന് പല എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ലിൻസീഡ് ഓയിൽ ഈസ് എ ടൈപ്പ് ഓഫ്, ഇപ്പൊ ബേസ് ആണോ വെഹിക്കിൾ ആണോ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ആ എക്സാംസ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. ഇനി അടുത്ത ഡ്രയർ ആണ്. ഡ്രയർ എന്ന് പറയുന്നത് ടു ഡ്രൈ ദ പെയിന്റ്. ഓക്കെ, പെയിന്റിനെ ഡ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഡ്രയർ എന്ന് പറയുന്നത്. ദ ഡ്രയർ ഇൻ ആൻ ഓയിൽ പെയിന്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10% ബൈ വോളിയം. ഓക്കെ, അപ്പൊ ആ ഒരു ഡ്രയർ എന്ന് പറയുന്നത് ഓയിൽ പെയിന്റ് ആണെങ്കിൽ അതിനെന്താ 10% ബൈ വോളിയം അതിന് കൂടാൻ പാടില്ല. ഓക്കെ, ആൻഡ് കോമൺലി യൂസ്ഡ് ഡ്രയർ എന്ന് പറയുന്നത് എന്താണ്, ലിതാർജ് ആൻഡ് റെഡ് ലെഡ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രയർ എന്ന് പറയുന്നത്. ലിതാർജ് ആൻഡ് റെഡ് ലെഡ്. ഓക്കെ, ലിതാർജ് ആൻഡ് റെഡ് ലെഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് കളറിംഗ് പിഗ്മെന്റ്സ് ആണ്. കളറിംഗ് പിഗ്മെന്റ്സ് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആ പെയിന്റിന് കളർ കൊടുക്കുന്ന ഏജന്റ്. പെയിന്റിന് കളർ കൊടുക്കുന്ന ഏജന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പല നമ്മുടെ നമ്മള് ആ ഒരു ഇതിന് കാണുന്ന ആ ഒരു ഇതിലേക്ക് ഫോമിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു കളർ കൊടുക്കുന്ന ഏജന്റ്. ഓക്കെ, അതാണ് കളറിംഗ് പിഗ്മെന്റ്സ്. അപ്പൊ അത് നമുക്ക് ഒരു പെർട്ടിക്കുലർ കളർ കിട്ടണമെങ്കിൽ ഇന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. സോ അതിന്റെയാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് കളർ കിട്ടണമെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് വേണ്ടത്. ഇപ്പൊ ഗ്രാഫൈറ്റ്, ലാംപ് ബ്ലാക്ക്, ഐവറി ബ്ലാക്ക്, വെജിറ്റബിൾ ബ്ലാക്ക്. ബ്ലൂ എന്ന് പറയുമ്പോൾ ഇൻഡിഗോ, പെർക്യൂഷൻ ബ്ലൂ, ബ്രൗൺ, ബേൺഡ് ഓംബർ,
ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്രോം ഗ്രീൻ, കോപ്പർ സൾഫേറ്റ്. ഓക്കെ. ആൻഡ് റെഡ് എന്ന് പറഞ്ഞാൽ കർമൈൻ, റെഡ് ലെഡ്, വെർമിലോൺ റെഡ് ഇതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ യെല്ലോ ആണെങ്കിൽ ക്രോം യെല്ലോ, സിങ്ക്രോം, ക്രോം സിയന്ന ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത്രത്തോളം നമ്മൾ ഫാക്ട് എത്രത്തോളം പഠിച്ചു വെക്കുക അത്രത്തോളം പഠിച്ചു വെക്കുക. അപ്പൊ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ. ബൈ ഹാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്തത് സോൾവെന്റ് ഓർ തിന്നർ. അപ്പൊ തിന്നർ എന്ന ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണ്, ഇറ്റ് യൂസ് ടു തിൻ ദ പെയിന്റ്. അതായത് നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ഫ്ലോവബിൾ ക്വാളിറ്റി വേണം പെയിന്റിന്. അതായത് പെയിന്റിന് അത്യാവശ്യം നല്ലൊരു വിസ്കോസിറ്റി ഉണ്ട്. സോ ദ ഫംഗ്ഷൻ ഓഫ് സോൾവെന്റ് ഓർ തിന്നർ ഈസ് ടു റെഡ്യൂസ് ദ വിസ്കോസിറ്റി ഓഫ് ദ പെയിന്റ് ആൻഡ് മേക്ക് ഇറ്റ് ഫ്ലോവബിൾ. അപ്പൊ നമ്മളിപ്പോ ഒരു പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന് ഒരു ഫ്ലോവബിൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്താണ് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ പെയിന്റ് റൺ ചെയ്യാനും ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പെയിന്റിന്റെ നമുക്ക് കുറച്ചുകൂടെ എന്താണ് എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് തിന്നർ അല്ലെങ്കിൽ സോൾവെന്റ് ഉപയോഗിക്കാം. സോൾവെന്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ വിസ്കോസിറ്റി ഓഫ് ദി പെയിന്റ്. ഓക്കെ. ആൻഡ് മെയിൻലി നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സോൾവെന്റ് ഏതാണ്, സ്പിരിറ്റ് അല്ലെങ്കിൽ ടർപ്പന്റൈൻ ഒക്കെ ആണ്. അതൊക്കെയാണ് എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ് സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ എന്ന് പറയുന്നത്. ഓക്കെ. സോ വി ഹാവ് ഡൺ വിത്ത് ദി ingredients of the paint. First one is base ആയിരുന്നു. Based on its form the volume of the paint, and second one is a vehicle or carrier. It holds the paint in liquid suspension, and dryer എന്ന് പറഞ്ഞാൽ it is used to dry the paint. ആൻഡ് കളറിംഗ് പിഗ്മെന്റ്സ് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് ദ കളറിംഗ് ഏജന്റ്. ഏതാണോ ചീഫ് എന്ന് പറഞ്ഞാൽ കളറിംഗ് ഏജന്റ് ഏതാണ് അതാണ് പറയുന്ന കളറിംഗ് പിഗ്മെന്റ്സ് എന്ന് പറയും. ഓക്കെ. അടുത്ത സോൾവെന്റ് ഓർ തിന്നർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് യൂസ് ടു റെഡ്യൂസ് വിസ്കോസിറ്റി ഓഫ് ദ പെയിന്റ്. അപ്പൊ അത് യൂസ് ചെയ്യുന്നതാണ് സ്പിരിറ്റ് ഓർ ടർപ്പന്റൈൻ ആണ് മെയിൻ ആയിട്ട് യൂസ്. ഓക്കെ. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദി ഡിഫെക്ട്സ് ഇൻ പെയിന്റ്. അതും ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും എല്ലാ തവണയും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ രണ്ട് പ്രാവശ്യം എഴുതിയ രണ്ട് എക്സാം റീസെന്റ് ആയിട്ട് നടന്ന രണ്ട് എക്സാമിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഡിഫെക്ട്സ് ഇൻ പെയിന്റ്. അപ്പൊ ഫസ്റ്റ് വൺ ഇസ് ബ്ലിസ്റ്ററിംഗ്. സോ ബ്ലിസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ദ ഡിഫെക്ട്സ് കോസ്ഡ് ബൈ ദ വാട്ടർ വേപ്പർ. ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് അണ്ടർ ഫിലിം ഓഫ് ദ പെയിന്റ് ഈസ് നോൺ ആസ് ബ്ലിസ്റ്ററിംഗ്. അപ്പൊ ബ്ലിസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ബ്ലിസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഓക്കെ, യു ക്യാൻ സീ ദ ഫിഗർ ഹിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താണ് അതായത് ആ ഒരു വാട്ടർ വേപ്പർ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ മൂലം ഉണ്ടാകുന്ന ആ ഒരു ബബിൾസ് ഫോം ചെയ്തിട്ട് അത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മുടെ സർഫസിൽ കാണുന്നതിനാണ് ബ്ലിസ്റ്ററിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് കോസ്റ്റ് ഡ്യൂ ടു വാട്ടർ വേപ്പർ അല്ലെ. വാട്ടർ വേപ്പർ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ്. ദ ബബിൾസ് ആർ ഫോം. ഓക്കെ. അപ്പൊ അതൊരു എന്താണ് ദിസ് ടൈപ്പ് ഓഫ് ഒരു ഡിഫക്റ്റ് ആണ് ബ്ലിസ്റ്ററിംഗ് എന്ന് പറയുന്നത്. സോ ബ്ലിസ്റ്ററിംഗ് ഈസ് ഡ്യൂ ടു വാട്ടർ വേപ്പർ. ഓക്കെ. അടുത്തത് ബ്ലൂം. ബ്ലൂം എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഡൾ പാച്ചസ് occurred on the finished polished surfaces is known as bloom. It is due to bad ventilation. അതായത് നമ്മുടെ ഇപ്പൊ ഈ നമ്മുടെ റൂഫിന്റെ അതായത് റൂഫ് സ്ലാബിന്റെ താഴെയായിട്ടായിരിക്കും മെയിൻ ആയിട്ട് ഇത് കാണപ്പെടുക. ഓക്കെ. ഒരു ബാഡ് വെന്റിലേഷൻ മൂലം എന്താണ് കുറച്ച് ഡൾ പാച്ചസ് ഉണ്ടാവും. ലൈക്ക് ദിസ് എന്താണ് ഒരു ഡൾ പാച്ചസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ബാഡ് വെന്റിലേഷൻ കാരണം. അപ്പൊ ഇതേപോലെ ഒരു ഡൾ പാച്ചസ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന ഡിഫക്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബ്ലൂമിങ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ഫേഡിങ്. ഫേഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഗ്രാജുവൽ ലോസ് ഓഫ് കളർ ഡ്യൂ ടു എഫക്ട് ഓഫ് സൺലൈറ്റ് മൂലം എന്താണ് ആ കളർ ഫേഡ് ആവുന്നതിനാണ് ഫേഡിങ് എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അടുത്ത ഫ്ലേക്കിംഗ്. ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്മോൾ പോർഷൻ ഓഫ് പെയിന്റഡ് സർഫസ് സീൻ ലൂസ് ഡ്യൂ ടു പുവർ അഡീഷൻ. അതായത് ഇതാണ് ഇങ്ങനെ പെയിന്റ് ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത്. ആ പെയിന്റ് പൊളിഞ്ഞു വരുന്നതിന്റെ കാരണം എന്താണ്, അതായത് ഒരു അതിന്റെ ആ ഒരു പുവർ ആയിട്ടുള്ള ആ ഒരു അഡ്ഹഷൻ ആ ഒരു ഇത് തമ്മിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നത്. അപ്പൊ അങ്ങനെ ആ സ്മോൾ പോർഷൻ ഇങ്ങനെ ചെയ്ത് പോയതിനെയാണ് നമ്മൾ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഫ്ലേക്കിംഗ് ആ ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സ്മോൾ പോർഷൻ ഓഫ് പെയിന്റഡ് സർഫസ് സീൻ ലൂസ് ഡ്യൂ ടു പുവർ അഡ്ഹഷൻ. ഓക്കെ. അടുത്തത് ഫ്ലാഷിംഗ്. എന്താണ് ഫ്ലാഷിംഗ്? ഗ്ലോസി പാച്ചസ് ഡ്യൂ ടു ചീപ്പ് പെയിന്റ് ഓർ പുവർ വർക്ക്മാൻഷിപ്പ്. ഇതാണ് ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. ഫ്ലാഷിംഗ് എന്ന് പറയുന്നത് എന്താണ് ഗ്ലോസി പാച്ചസ് ഡ്യൂ ടു എന്താണ് ഗ്ലോസി പാച്ചസ് ഡ്യൂ ടു ദി പുവർ വർക്ക്മാൻഷിപ്പ് ഓർ ചീപ്പ് പെയിന്റ്. ചീപ്പ് പെയിന്റ് പോലെ ഇങ്ങനെ ഒരു ഗ്ലോസി പാച്ചസ് ഉണ്ടാവുന്നതിന് നമ്മൾ ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രിന്നിങ്. എന്താണ് ഗ്രിന്നിങ്? ഗ്രിന്നിങ് ഇസ് എ പെയിന്റഡ് സർഫസ് ബാക്ക്ഗ്രൗണ്ട് സർഫേസ്. അതായത് ആ ഒരു നമ്മൾ സർഫസിൽ പെയിന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും അതിന്റെ ആ ഒരു
അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഒരു പെയിന്റഡ് സീനായി നമ്മൾ അതിനകത്ത് സാധാ ആ ഒരു സർഫസ് എക്സ്പോസ് ചെയ്യുന്നതിനാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് എക്സ്പോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രിന്നിങ് എന്ന് പറയുന്നത്, ലൈക്ക് ദിസ്. ഓക്കെ, അത് പെയിന്റ് പൊളിഞ്ഞു പോയത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂലമായിരിക്കും, അല്ലെങ്കിൽ ചീപ്പ്, അല്ലെങ്കിൽ ആ ഒരു വർക്ക്മാൻഷിപ്പ് അല്ലെങ്കിൽ ക്വാളിറ്റി, വർക്കിന്റെ ക്വാളിറ്റിയുടെ കുറവുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പെയിന്റ് അങ്ങനെ ഇതായിട്ട് പോകുന്നു. ഓക്കെ, സോ വി ക്യാൻ സീ ദ ബാക്ക്ഗ്രൗണ്ട്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡിഫക്റ്റിനെയാണ് എന്ത് ഗ്രിന്നിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അടുത്തത് റണ്ണിങ്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ പെയിന്റ്സ് റൺസ് ബാക്ക് ആൻഡ് ലീവ് സ്മോൾ ഏരിയ. റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പെയിന്റ് ഇങ്ങനെ, അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് അതിന്റെ എമൗണ്ട് കൂടുതലാണ്, എന്ത് ചെയ്യും, അത് റൺ ബാക്ക്. അപ്പൊ റൺ ബാക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ കട്ടി പിടിച്ചിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ റൺ ബാക്ക് ചെയ്ത് ഇങ്ങനെ ഈ ഒരു തിക്കായിട്ട് ഫോം ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, റണ്ണിങ് ഓഫ് പെയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് റണ്ണിങ് എന്ന് പറയുന്നത്. അടുത്ത് സാഗിങ്. സാഗിങ് എന്ന് പറഞ്ഞാൽ വെൻ വെർട്ടിക്കൽ ഓർ ഇൻക്ലൈൻഡ് സർഫസസ് ടു തിക്ലി പെയിന്റ്, അതിനാണ് സാഗിങ് എന്ന് പറയുന്നത്. സാഗിങ്, ഓക്കെ, അതായത് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സർഫസ് ഭയങ്കര തിക്കായിട്ട് പെയിന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫോമിലായിരിക്കും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ തിക്നെസ് കൂടി ഇരിക്കുന്നതിനാണ് നമ്മൾ സാഗിങ് എന്ന് പറയുന്നത്. പിന്നെ റിംഗ്ലിംഗ്. റിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് വെർട്ടിക്കുലർ ഇൻക്ലൈൻഡ് സർഫസ് ആയിരുന്നു. ഇനി റിംഗ്ലിംഗ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ തിക്ലി സർഫസ് പെയിന്റ്, അതിനെയാണ് റിംഗ്ലിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് ദിസ്, ഹൊറിസോണ്ടലി തിക്ലി സർഫസ് ഫോം ചെയ്യുന്നതിനാണ് റിംഗ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ, ബാക്കി സാഗിങ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കുലർ. അടുത്ത് സാപ്പോണിഫിക്കേഷൻ. അത് വേറൊന്നുമില്ല, ഫോർമേഷൻ ഓഫ് സോ പാച്ചസ് ഓൺ ദി പെയിന്റഡ് സർഫസ്. അപ്പൊ പെയിന്റഡ് സർഫസിൽ സോ പാച്ചസ് ഫോം ചെയ്യുന്നതിനാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉള്ള ടൈപ്സ് ഓഫ് പെയിന്റ് ആണ് കുറച്ച്. ആസ്ബെസ്റ്റോസ് പെയിന്റ്, അതുപോലെ ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റന്റ് ടു ഫയർ. പിന്നെ ബിറ്റുമിനസ് പെയിന്റ് ഉണ്ട്. ബിറ്റുമിനസ് പെയിന്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ബിറ്റുമിൻ ഡിസോൾവ്ഡ് ഇൻ സ്പിരിറ്റ് ഓർ നാഫ്ത. then it is used for providing protective surfaces. ഇനി അടുത്തത് സെല്ലുലോസ് പെയിന്റ് ആണ്. സെല്ലുലോസ് പെയിന്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് പെയിന്റ്. ആൻഡ് ദെൻ സിമെന്റ് പെയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇനാമൽ പെയിന്റ്. ഓക്കെ, ഇനാമൽ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ബൈ ആഡിങ് വൈറ്റ് ലെഡ് ഇൻ വാർണിഷ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് പ്രൈമർ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക് എന്ന് പറഞ്ഞാൽ റെഡ് ലെഡ് ആണ്. പിന്നെ വെഹിക്കിൾ യൂസ്ഡ് ഇൻ ബ്രോൺസ് പെയിന്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നൈട്രോ സെല്ലുലർ ലാക്വർ ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അടുത്ത കട്ട് ബാക്ക്. കട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് solution of bitumen in a volatile or partly volatile solvent such as kerosene or creosote is known as cutback. Okay, അതായത് ഒരു എന്താണ് ഒരു സൊല്യൂഷൻ ഓഫ് ബിറ്റുമൻ, അതായത് നമുക്ക് അതിന്റെ വിസ്കോസിറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് സോൾവെന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇത് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇപ്പൊ കെറോസിനോ അല്ലെങ്കിൽ ക്രിയോസോട്ടോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ബിറ്റുമൻ ഒരു സൊല്യൂഷൻ ഫോം ചെയ്യും. ഓക്കെ, അതാണ് കട്ട് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാർണിഷസ് ആണ്. അപ്പൊ നമുക്ക് ആ വാർണിഷസിന്റെ ആ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം പെയിന്റും വാർണിഷും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അതായത് നമുക്കിപ്പോൾ അറിയാം, പെയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് എന്തായിരിക്കും, വിസിബിൾ ആയിരിക്കില്ല, അതിന്റെ ആ ഒരു കളർ മാത്രം ഉണ്ടാവും. ബട്ട് വാർണിഷ് നോക്കിയേ, വാർണിഷ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ വുഡ് സർഫസിലൊക്കെ അടിക്കണമെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ വുഡിന്റെ ഒക്കെ സർഫസ് അല്ലെങ്കിൽ ടെക്സ്ചേഴ്സ് ഒക്കെ വിസിബിൾ ആയിട്ട് വേണം കിട്ടാൻ. കാരണം അതിന്റെ ആ ഒരു എസ്തെറ്റിക്സ് അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ വുഡിന്റെ ടെക്സ്ചേഴ്സ് ഒക്കെ വിസിബിൾ ആയിരിക്കണം. സോ അതൊന്ന് വിസിബിൾ ആവുകയും ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, വി ഹാവ് ടു അപ്ലൈ സം കോട്ടിംഗ് മെറ്റീരിയൽ. സോ അതാണ് എന്ത് വാർണിഷ് എന്ന് പറയുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് വിസിബിൾ ആയിരിക്കും വാർണിഷിൽ. ഓക്കെ, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആയിട്ട് കാണാൻ അങ്ങനെ അഴിക്കുന്ന ആ ഒരു അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ വാർണിഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാർണിഷേഴ്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് റെസിൻസ് ഓർ റെസിനസ് സബ്സ്റ്റൻസസ് പ്രിപ്പയർഡ് ഐദർ ഇൻ ആൽക്കഹോൾ, ഓയിൽ ഓർ ടർപ്പന്റൈൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടും പെയിന്റിലുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കില്ല ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വാർണിഷിലുള്ളത്. സോ അതിനകത്ത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെസിൻസ് ആണുള്ളത്, സെക്കൻഡ് വൺ ഈസ് ഡ്രയർ ആൻഡ് തേർഡ് വൺ ഈസ് സോൾവെന്റ്. ഓക്കെ, അപ്പൊ വാർണിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതേപോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് പെയിന്റ് ചെയ്യാനാണ് നമ്മൾ വാർണിഷസ് ഉപയോഗിക്കുന്നത്. സോ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റെസിൻസ് ഉണ്ട്, ഡ്രയർ ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് റെസിൻസ്. എന്താണ് റെസിൻസ്? സോ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന റെസിൻസ് എന്ന് പറയുന്നത് കോപ്പൽ, ലേസ്, ഷില്ലെ ആൻഡ് റോസിൻ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന റെസിൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഈസ് ഡ്രയർ. ഡ്രയർ എന്ന് കോമൺലി യൂസ് ഡ്രയേഴ്സ് ലിത്താർജ് തന്നെയാണ്, വൈറ്റ് കോപ്പർ, ലെഡ് അസറ്റേറ്റ്. ഇതൊക്കെ ഡ്രയർ നമ്മുടെ സെയിം തന്നെയാണ് പെയിന്റിലെ വാർണിഷിലെ. അതുപോലെ അടുത്തത് സോൾവെന്റ് ആണ്. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കോമൺലി യൂസ്ഡ് സോൾവെന്റ്സ് എന്നാൽ ലിൻസീഡ് ഓയിൽ, സ്പിരിറ്റ്,
ടർപ്പന്റൈൻ, വാട്ടർ ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോൾവെന്റ് എന്ന് പറയുന്നത് വാർണിഷസിൽ. സോ ലിൻസീഡ് ഓയിൽ നേരത്തെ പെയിന്റിൽ വെഹിക്കിൾ ഓർ കാരിയർ ആയിട്ടായിരുന്നു അപ്ലൈ ചെയ്യുന്നത്, പക്ഷേ വി ആർ യൂസിംഗ് ആസ് സോൾവെന്റ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് വാർണിഷസ് പലതരം ഉണ്ട്. ഓയിൽ വാർണിഷ് ഉണ്ട്, സ്പിരിറ്റ് വാർണിഷ് ഉണ്ട്, ടർപ്പന്റൈൻ വാർണിഷസ് ആൻഡ് വാട്ടർ വാർണിഷ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വെറൈറ്റീസ്. ഇനി അത് ഡിസ്റ്റംബറിങ്. ഡിസ്റ്റംബറിങ് എന്ന് പറഞ്ഞാൽ the main object of applying distemper is to the plastered surface not exposed to weather and is to create a smooth surface. മെയിൻ ആയിട്ട് ഡിസ്റ്റംബേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഈ പറയുന്ന ഈ ഡിസ്റ്റംബേഴ്സ് അപ്ലൈ ചെയ്യുന്നത് നല്ല രീതിയിൽ പ്ലാസ്റ്റേർഡ് സർഫസിലേക്ക് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം കുറച്ചും കൂടെ പെയിന്റിനേക്കാളും സാധാ യൂസ് ചെയ്യുന്ന പെയിന്റിനേക്കാളും കുറച്ചും കൂടെ ഫിനിഷിംഗ് കൂടുതലായിരിക്കും. ഫിനിഷിംഗ് രീതി നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ഫിനിഷിംഗ് തരുന്ന ഒരു ഇതാണ് ഡിസ്റ്റംപറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് പെയിന്റിനേക്കാളും കൂടുതൽ ചില ഏരിയയിലൊക്കെ എന്താണ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഡിസൈനിങ് അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള ഒരു എസ്തെറ്റിക്സ് ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വി ഹാവ് ടു അപ്ലൈ ദി ഡിസ്റ്റംപറിങ്. ഓക്കെ, സോ ഡിസ്റ്റംപറിങ്ങിലും തന്നെ ഇൻഗ്രീഡിയൻസ് ഡിഫറെന്റ് ആണ്. ബേസ് ഉണ്ട്. സോ ബേസ് എന്ന് പറഞ്ഞാൽ വൈറ്റിംഗ് ചോക്ക് ആണ് യൂസ് ചെയ്യാറ്. കാരിയർ എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ ഈസ് യൂസ് ആസ് കാരിയർ ഇൻ ഡിസ്റ്റംപറിങ്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് കളറിംഗ് പിഗ്മെന്റ്, 3 ഉള്ളത്. ഓക്കെ, അപ്പൊ 3 ഇൻഗ്രീഡിയൻസ് ആണ് ബേസിക്കലി ഡിസ്റ്റംപറിങ്ങിലുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ പെയിന്റ്, വാർണിഷസ് ആൻഡ് ഡിസ്റ്റംപറിങ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദി ഫെറസ് മെറ്റൽസ്. ഇപ്പൊ ഫെറസ് മെറ്റൽസ് പറയുമ്പോഴത്തേക്കും പല നമ്മൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നമ്മൾ പല അയൺ പല മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത്. പിന്നെ അതിന്റെ കുറച്ച് ടേംസ് ആൻഡ് ഡെഫിനേഷൻസ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള കുറച്ച് ടേംസ് ആൻഡ് ഡെഫിനേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് അയൺ ഓർസ്. സോ the operation of removal of impurities containing in the iron ore processing. അതായത് ഇനിയിപ്പോ നമ്മൾ ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് വെറൈറ്റീസ് ഓഫ് അയൺ ഓർസ് ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഹെമറ്റൈറ്റ്, സെക്കൻഡ് വൺ ഈസ് ലിമണൈറ്റ്, തേർഡ് വൺ ഈസ് മാഗ്നറ്റൈറ്റ്, ഫോർത്ത് വൺ ഈസ് പൈറൈറ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് സിഡറൈറ്റ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു 5 മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് വെറൈറ്റി. ഇനിയും ഒരുപാട് അയൺ ഓർസിന്റെ വെറൈറ്റീസ് ഉണ്ട്, ബട്ട് ദീസ് ആർ ദ ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ് പിഗ് അയൺ? എന്താണ് പിഗ് അയൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇംപ്യൂർ അയൺ എക്സ്ട്രാക്റ്റഡ് ഫ്രം അയൺ ഓർസ്. അയൺ ഓർസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു വരുന്ന ഇംപ്യൂർ അയണിനെയാണ് നമ്മൾ പിഗ് അയൺ എന്ന് പറയുന്നത്. സോ ഇസ് ദ മോസ്റ്റ് ഇംപ്യൂർ ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് പിഗ് അയൺ ആണ്. സോ മാനുഫാക്ചർ ഓഫ് പിഗ് അയൺ, ഫസ്റ്റ് വൺ ബ്രസ്സിംഗ്, then calcinations and roasting and smelting. Okay, അപ്പോൾ സ്മെൽറ്റിംഗ് എന്താണ്? സ്മെൽറ്റിംഗ് മീൻസ് മെൽറ്റിംഗ് ഓഫ് ഓൾസ്. സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾസിനെ മെൽറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്, ആൻഡ് വിച്ച് ഈസ് ഡൺ ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. ഓക്കെ, അടുത്ത റോസ്റ്റിംഗ് ഓർ കാൽസിനേഷൻ. എന്താണ് റോസ്റ്റിംഗ് അല്ലെങ്കിൽ കാൽസിനേഷൻ എന്ന് പറയുന്നത്? ദ കാൽസിനേഷൻസ് കൺസിസ്റ്റ് ഇൻ ഹീറ്റിംഗ് ഓൾസ് in the presence of air so that they are oxidized. Okay, roasting or calcination എന്ന് പറഞ്ഞാൽ the calcinations the heating, the ore is heated in the presence of air. Okay, the ores are heated in the presence of air so that they are oxidized. Okay, അതാണ് റോസ്റ്റിംഗ് അല്ലെങ്കിൽ കാൽസിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ബെസമർ പിഗ് അയൺ ആണ്. ബെസമർ പിഗ് അയൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റ് ഓർസിൽ നിന്ന് കിട്ടുന്നതാണ് ബെസമർ പിഗ് അയൺ എന്ന് പറയുന്നത്. അടുത്ത ഗ്രേ പിങ്ക് അല്ലെങ്കിൽ ഫൗണ്ടറി പിഗ് അയൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് വെറൈറ്റി ഓഫ് പിഗ് അയൺ ഗ്രേ പിഗ് ഓർ ഫൗണ്ടറി പിഗ് അയൺ എന്ന് പറയുന്നത്. അടുത്ത വൈറ്റ് പിഗ് ഓർ ഫോർജ് പിഗ് അയൺ എന്ന് പറഞ്ഞാൽ അത് ഹാർഡ് ആൻഡ് സ്ട്രോങ് ആണ്. ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള അയൺ ആണ് വൈറ്റ് പിഗ് ഓർ ഫോർജ് പിഗ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി പോകുന്ന, വിച്ച് ബ്രേക്സ് ഇൻ പീസസ് വിത്തൗട്ട് എനി വാർണിംഗ്. ഇറ്റ് വിൽ കൊളാപ്സ് ഓർ ബ്രേക്ക് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കാണ്ട് അങ്ങനെ ബ്രേക്ക് ആവുന്ന ആ ഒരു മെറ്റീരിയൽസ് നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയും. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? which can be drawn into fine wires. A ductile material which can be drawn to fine wires. Thin wires ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഫെയിലിയറിന് മുമ്പ് എന്താണ് അത് ഒരുപാട് ഇറ്റ് ഷോസ് സൈൻ ഓർ ഇറ്റ് വിൽ ഗീവ് വാർണിംഗ് ബിഫോർ ദി ഫെയിലിയർ. അപ്പൊ ആ ഒരു തിൻ വയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു
ഡക്റ്റൈൽ പ്രോപ്പർട്ടി കാരണമാണ് എന്ത് ആ ഒരു എന്താണ് ഒരു വാർണിംഗ് കിട്ടുന്ന ആ ഒരു മെറ്റീരിയൽ ഫെയിൽ ആകാൻ പോകുന്നതിന് മുമ്പ്. അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് സ്റ്റീൽ ഒക്കെ പറയാൻ പറ്റും. ബ്രിട്ടിൽ മെറ്റീരിയൽ എക്സാമ്പിൾ എന്താണ്? കോൺക്രീറ്റ് ഈസ് എ ബ്രിട്ടിൽ എക്സാമ്പിൾ. സോറി, കോൺക്രീറ്റ് ഈസ് എ എക്സാമ്പിൾ ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ ആൻഡ് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ സ്റ്റീൽ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. അടുത്ത ഹാർഡ് മെറ്റീരിയൽ, മെറ്റീരിയൽ വിച്ച് കനോട്ട് ബി കട്ട് ബൈ എ ടൂൾ. അതാണ് നമ്മൾ ഹാർഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ക്യാൻ ബി ബീറ്റ് ഓൺ തിൻ ഷീറ്റ്സ്. തിൻ ഷീറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയൽ മാറ്റാൻ പറ്റും. അതാണ് മാലിയബിൾ മെറ്റീരിയൽ. അത് ടഫ് മെറ്റീരിയൽ ആണ്. ടഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വിച്ച് കനോട്ട് ബ്രേക്ക് അണ്ടർ ബൈ എ ഹാമർ. ഒരു ഹാമർ വെച്ചിട്ട് ആ മെറ്റീരിയൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതിനാണ് ടഫ് മെറ്റീരിയൽ. അടുത്ത കാസ്റ്റ് അയൺ. എന്താണ് കാസ്റ്റ് അയൺ? കാസ്റ്റ് അയൺ ഫർണസ്. ആക്ച്വലി കാസ്റ്റ് അയൺ ഈസ് മാനുഫാക്ചർഡ് ഇൻ കുപ്പോള ഫർണസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുപ്പോള ഫർണസ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയൺ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫർണസ് ആണ്. ആൻഡ് കാസ്റ്റ് അയണിൽ അടങ്ങിയിരിക്കുന്നത് 2 to 4% ഓഫ് കാർബൺ ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഹാവിംഗ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ. പിന്നെ റോട്ട് അയൺ. എന്താണ് റോട്ട് അയൺ എന്ന് പറഞ്ഞാൽ? കാർബൺ മോർ ദാൻ 0.15% ആണ് അതിനെ റോട്ട് അയൺ എന്ന് പറയും. കാർബൺ മോർ ദാൻ 0.15% ഉള്ളതിനെ റോട്ട് അയൺ എന്ന് പറയും. ഓക്കെ. കാർബൺ മോർ ദാൻ 0.15. ഇനി നമുക്ക് എന്താണ്? സ്റ്റീലാണ്. എന്താണ് സ്റ്റീൽ? സ്റ്റീലിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് പല രീതിയിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. സോ സം ഓഫ് ദി പ്രോസസ് എന്ന് പറയുന്നത് ബെസമർ പ്രോസസ് ഉണ്ട്, സിമെന്റേഷൻ പ്രോസസ് ഉണ്ട്, ക്രൂസിബിൾ സ്റ്റീൽ പ്രോസസ് ഉണ്ട്, ഡ്യൂപ്ലെക്സ് പ്രോസസ് ഉണ്ട്, ഇലക്ട്രിക് പ്രോസസ്, LD പ്രോസസ്, ഓപ്പൺ ഹേൾ പ്രോസസ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്രോസസ് സ്റ്റീലിന്റെ. അടുത്ത് മൈൽഡ് സ്റ്റീൽ. എന്താണ് മൈൽഡ് സ്റ്റീലിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. മൈൽഡ് സ്റ്റീലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1400 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടോ? 1400 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 7.8, ഡെൻസിറ്റി എന്ന് പറയുന്നത് 78.5 ക്വിന്റൽ പെർ ക്യൂബിക് മീറ്റർ. ഓക്കെ. ഓർ ഇങ്ങനെ പറയാം 7850 കിലോഗ്രാം പെർ മീറ്റർ. 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 78.5 ക്വിന്റൽ പെർ മീറ്റർ ക്യൂബ്. ഇനി അതിന്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 80 to 120 കിലോ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ആൻഡ് അൾട്ടിമേറ്റ് ടെൻസൈൽ ആൻഡ് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 60 to 80 കിലോ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതിന്റെ അടുത്ത് കാർബൺ കണ്ടന്റ്. എന്താണ് കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്? 0.1 to 0.25% ആണ് കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ. 0.1 to 0.25% ആണ് കാർബൺ കണ്ടന്റ്. ദെൻ ഡെഡ് സ്റ്റീൽ. ഡെഡ് സ്റ്റീൽ ഓർ വെരി ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് സോ മൈൽഡ് സ്റ്റീലിന്റെ കാർബൺ കണ്ടന്റ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 0.1 to 0.25%. ദെൻ ഡെഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഓർ വെരി ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് കാർബൺ കണ്ടന്റ് നോട്ട് ഷുഡ് ബി ലെസ് ദാൻ 0.1. ഓക്കെ, ഡെഡ് സ്റ്റീൽ ഓർ വെരി ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് the carbon content is less than 0.1. And medium carbon steel എന്ന് പറഞ്ഞാൽ the carbon content is in between 0.2 to 0.25 to 0.6. At the high carbon steel എന്ന് പറഞ്ഞാൽ carbon content is in between 0.6 to 1.1. Okay. And high speed steel HSS, അത് നമ്മൾ ഇറ്റ്സ് ബിലോങ് ടു ദി കാറ്റഗറി ഓഫ് അലോയ് സ്റ്റീൽ. അലോയ് സ്റ്റീൽ ആണ് എന്താണ് ഈ പറയുന്ന HSS എന്ന് പറയുന്നത്. സോ അത് അതിന്റെ പെർസെന്റേജ് അതിനകത്ത് എന്തൊക്കെ ഇതാണെന്നുള്ളതെന്ന് പറഞ്ഞാൽ the percentage of chromium 4% ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് ഒരു കാറ്റഗറി അലോയ് സ്റ്റീലിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത അനീലിംഗ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ മേക്ക് ദ സ്റ്റീൽ, ഇറ്റ് ഈസ് എ പ്രോസസ് യൂസ് ടു മേക്ക് ദ സ്റ്റീൽ സോഫ്റ്റ് ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റീലാണ് എന്താണ് അനീലിംഗ് എന്ന് പറയുന്നത്. അടുത്ത സയനൈഡിംഗ്. സയനൈഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് യൂസ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കേസസ് ഓൺ ദി സർഫസ് ഓഫ് ലോ ആൻഡ് മീഡിയം കാർബൺ. This process is to produce hard cases on the surface of low and medium carbon steel. അതാണ് നമ്മൾ സയനൈഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് സിമെന്റിംഗ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഓഫ് ദ സ്റ്റീൽ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് കാർബൺ. സിമെന്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ദ സ്കിൻ ഓഫ് ദ സ്റ്റീൽ ഈസ് സാച്ചുറേറ്റഡ് വിത്ത് കാർബൺ. അങ്ങനെ അത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിമെന്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് നൈട്രൈഡിംഗ്? ദ പ്രോസസ് ഓഫ് സാച്ചുറേറ്റിംഗ് ദ സർഫസ് ലെയർ ഓഫ് സ്റ്റീൽ വിത്ത് നൈട്രജൻ ബൈ ഹീറ്റിംഗ് ഈസ് നോൺ ആസ് നൈട്രൈഡിംഗ്. അതായത് സാച്ചുറേറ്റിംഗ് ദ സർഫസ് ലെയർ ഓഫ് സ്റ്റീൽ വിത്ത് നൈട്രജൻ. അപ്പൊ നൈട്രജൻ വെച്ചിട്ട് ആ സർഫസ് ലെയർ ഓഫ് സ്റ്റീൽ അതിനെ സാച്ചുറേറ്റ് ചെയ്യുക, അതിന് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നൈട്രൈഡിംഗ് എന്ന് പറയുന്നത്. അത് ഹാർഡനിങ്. ദ സ്റ്റീൽ ഈസ് ടു ബി മെയ്ഡ് ഹാർഡ്. സ്റ്റീൽ ക്യാൻ ബി ഹാർഡൻ ക്വിക്ലി ബൈ ഇൻഡക്ഷൻ ഹാർഡനിങ് പ്രോസസ്. ജസ്റ്റ് നമുക്ക് ഹാർഡൻ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത് ഹാർഡനിങ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം കാർബൺ ആണ് ആ ഒരു സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസിനെല്ലാം എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഓഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോക്സൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എന്താണ് ടെക്നോളജിയാണ്. ആൻഡ് ഇറ്റ്സ് എ സയൻസ് ഡീലിംഗ് വിത്ത് ദി എഫക്ട് ഓഫ് വെരി ലോ ടെമ്പറേച്ചേഴ്സ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ.
ഇതാണ് ക്രയോജനിക്സ്. ആ ക്രയോജനിക്സ് എന്ന ടൈം എന്താണ് മീൻ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ സയൻസ് ഇസ് എ സയൻസ് ടീച്ച് വിത്ത് ദി എഫക്ട് ഓഫ് വെരി ലോ ടെമ്പറേച്ചേഴ്സ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ. സോ ക്രയോ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ലോ ടെമ്പറേച്ചർ എന്നാണ് മീൻ ചെയ്യുന്നത്. ആണ് നെക്സ്റ്റ് അലോയ് എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് ആണ്. കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ ഓർ ആഴ്സനൈഡ് ആണ്, സൾഫോ ആഴ്സനൈഡ്. ഓക്കെ. കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓൾസ് എന്ന് പറഞ്ഞാൽ ആഴ്സനൈഡ് ആൻഡ് സൾഫോ ആഴ്സനൈഡ് ആണ്. കോപ്പർ എന്ന് പറഞ്ഞാൽ ഓൾസ്, അതിന്റെ ഓൾസ് എന്നാണ് കുപ്രൈറ്റ് ആൻഡ് കോപ്പർ ഗ്ലാൻസ്. കുപ്രൈറ്റ് ആൻഡ് കോപ്പർ ഗ്ലാൻസ് ആണ് എന്ത് അതിന്റെ ഓൾസ് എന്ന് പറയുന്നത്. Then last one is alloys. Alloys എന്ന് പറഞ്ഞാൽ അലൂമിനിയം ബ്രോൺസ്. ഫസ്റ്റ് വൺ ഇസ് അലൂമിനിയം ബ്രോൺസ്. അലൂമിനിയം ബ്രോൺസ് ഇസ് കോമ്പിനേഷൻ ഓഫ് അലൂമിനിയം ആൻഡ് കോപ്പർ. സോറി, അപ്പൊ അതെന്ന് പറയുന്നത് അലൂമിനിയം ബ്രോൺസ് പറഞ്ഞാൽ കോമ്പിനേഷൻ അലൂമിനിയം ബ്രോൺസ് അല്ല, അലൂമിനിയം ആൻഡ് കോപ്പർ. ഓക്കെ. അത് ഡ്യൂറാലൂമിൻ ആണ്. ഡ്യൂറാലൂമിൻ എന്ന് പറഞ്ഞാൽ ഈ അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി 4 മെയിൻ ആയിട്ട് ഉള്ള അതിനകത്തുള്ള കോമ്പൗണ്ട്സ് അലൂമിനിയം 94% ഉണ്ട്, കോപ്പർ 4%, മഗ്നീഷ്യം, മാംഗനീസ്, സിലിക്കൺ ആൻഡ് അയൺ ഇതെല്ലാം 0.5%. ഓക്കെ. അതാണ് ഡ്യൂറാലൂമിൻ എന്ന് പറയുന്നത്. ഡ്യൂറാലൂമിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് ആൻഡ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക് കേബിൾസ് ഇൻ സർജിക്കൽ ആൻഡ് ഓർത്തോപെഡിക് എക്യുപ്മെന്റ്സ് ഓർ ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഡ്യൂറാലൂമിൻ എന്ന് പറയുന്നത്. വൈ അലോയ്സ് എന്ന് പറയുന്നത് എന്താണ്? അലൂമിനിയം 98.5, ദെൻ കോപ്പർ, നിക്കൽ, മഗ്നീഷ്യം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വൈ അലോയ്സ്. ഓക്കെ. സോ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ബ്രാസ് ആണ്. ബ്രാസ് എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് കോപ്പർ ആൻഡ് ടിൻ. ഓക്കെ. ബെൽ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 82% കോപ്പറും 18% ടിന്നും ആയിരിക്കും. ഗൺ മെറ്റൽ ആണെങ്കിലോ 88% കോപ്പറും 10% ടിന്നും 2% സിങ്കും. ഓക്കെ. അപ്പൊ ഇതാണ് ഗൺ മെറ്റൽ. ബെൽ മെറ്റൽ ഗൺ മെറ്റൽ പറഞ്ഞു. ഇനി അടുത്ത് നിക്കൽ സിൽവർ ഓർ ജർമ്മൻ സിൽവർ. ദാറ്റ് ഇസ് എ ബ്രാസ് ആഡഡ് ടു നിക്കൽ. അതാണ് എന്ത് നിക്കൽ സിൽവർ ഓർ ജർമ്മൻ സിൽവർ എന്ന് പറഞ്ഞാൽ ബ്രാസ് ആഡഡ് ടു നിക്കൽ. ഓക്കെ. അപ്പൊ അതിനകത്ത് നിക്കൽ ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്. ഓക്കെ. ആൻഡ് സിലിക്ക is melt at 1730 degrees Celsius. 1730 degrees. And finally glass. ഗ്ലാസ് പറഞ്ഞാൽ ഗ്ലാസ് ഈസ് യൂസ് മേക്കിംഗ് വൈറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളൂ, നമുക്ക് മെയിൻ ആയിട്ട് അത്ര പഠിക്കാനില്ല. സോ വിൻഡ് സ്ക്രീൻ ഓഫ് കാർസ് ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഗ്ലാസ് പ്ലേറ്റ് ഗ്ലാസ് ആണ്. പിന്നെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എന്ന് പറയുന്നത് സെവറൽ ലെയർ ഓഫ് പ്ലേറ്റ് ഗ്ലാസ് ആൻഡ് ഓൾട്ടർനേറ്റ് ലെയർ കൺസിസ്റ്റ് ഓഫ് വിനൈൽ റെസിൻ ഗ്ലാസ്. ഓക്കെ. അപ്പൊ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിൽ എന്തൊക്കെയുണ്ട്? പ്ലേറ്റ് ഗ്ലാസും ഉണ്ട്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ലെയറിൽ എന്താണ് വിനൈൽ റെസിൻ പ്ലാസ്റ്റിക്. The outer layer of the plate glass is made thinner than the inner layer. Okay. And the thickness of glass is varying from 15 mm to 75 mm. അപ്പൊ അതാണ് ഗ്ലാസ്. ഇത്രയും ഇതുള്ളൂ. ഇനി നമുക്കൊരു പോർഷൻ കൂടി ലെഫ്റ്റ് ഓവർ ചെയ്തിട്ടുണ്ട്. അതായത് that is the clay products. Okay. അപ്പൊ clay products first one is tile ആണ്. So tile may be defined as a thin slab of bricks which are burned in kilns. Okay. അപ്പോൾ ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് തിൻ സ്ലാബ് ഓഫ് ബ്രിക്സ്. ഏറ്റവും തിക്നെസ് കുറവുള്ള ബ്രിക്സിന്റെ ആ ഒരു ഇതിനാണ് നമ്മൾ ടൈൽ എന്ന് പറയുന്നത്. ആൻഡ് ദ ബേണിംഗ് ഓഫ് ടൈൽ ഈസ് ഡൺ ഇൻ സിയാൽകോട്ട് കിൻ. ഓക്കെ. സിയാൽകോട്ട് കിന്നിലാണ് നമ്മൾ ടൈൽ ബേൺ ചെയ്യുന്നത്. അടുത്ത് പോട്ട് ടൈൽ ഓർ ലോക്കിംഗ് ടൈൽ. പോട്ട് ടൈൽ അല്ലെങ്കിൽ ലോക്കിംഗ് ടൈൽ എന്ന് പറയുന്നത് ഹാഫ് റൗണ്ട് കൺട്രി ടൈലിനാണ് നമ്മൾ പോട്ട് ടൈൽ അല്ലെങ്കിൽ ലോക്കിംഗ് ടൈൽ എന്ന് പറയുന്നത്. അടുത്ത് പാൻ ടൈലാണ്. ഇറ്റ് ഈസ് ലെസ് കർവ്ഡ് ടൈൽ ദാൻ പോട്ട് ടൈൽ. And the length of the curve which varies from 15 to 20 cm. Terracotta. Terracotta എന്ന് പറഞ്ഞാൽ terracotta means baked earth ആണ്. Okay, baked earthനെയാണ് terracotta എന്ന് പറയുന്നത്. And it is a mixture of clay and glazed material. അപ്പോൾ ഈ glazed materialsഉം ക്ലേയും തമ്മിലുള്ള ഒരു മിക്സറിനാണ് terracotta എന്ന് പറയുന്നത്. terracotta burns in muffled furnace. muffled furnace ആണ് നമ്മൾ terracotta burn ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് അത്. അടുത്ത polished terracotta. polished terracotta is known as a fine terracotta or fines. The article burnt at a lower temperature of 650 degrees Celsius and it become biscuit level. And then ingredient added and again boiled to 1200 degrees Celsius. Okay. അപ്പോൾ പോളിഷ്ഡ് ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ നോൺ ആസ് ഫൈൻ ടെറാക്കോട്ട ഓർ ഫെയിൻസ്. അതിനാണ് നമ്മൾ പോളിഷ്ഡ് ടെറാക്കോട്ട എന്ന് പറയുന്നത്. ഇനി പോറസ് ടെറാക്കോട്ട ഉണ്ട്. പോറസ് ടെറാക്കോട്ട കൺസിസ്റ്റ് ഓഫ് സോഡസ്റ്റ് ആൻഡ് ഗ്രൗണ്ട് ഓർ. ഓക്കെ. അടുത്ത് എർത്തൻവെയർ ആണ്. earthenware എന്ന term earthenware is used to indicate wares or articles prepared from clay. Okay. അതായത് wares or articles prepared from clay അതിനാണ് earthenware എന്ന് പറയുന്നത്. Clay is mixed with the required quantity of sand and crushed pottery. Okay. And earthenware is to make ordinary drain pipes, electrical cable conduits and partition blocks. ഇതൊക്കെയാണ് earthenware എന്ന് പറയുന്നത്. ഇനി stoneware. Stoneware എന്ന് പറഞ്ഞാൽ is prepared from refractory clays which are mixed with stone and crushed pottery. For refractories, another term refractories are used to indicate substances that are able to resist high temperatures.
ഹൈ ടെമ്പറേച്ചേഴ്സിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റിഫ്രാക്ടറീസ് എന്ന് പറയുന്നത്. സോ റിഫ്രാക്ടറി ക്ലേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചറിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലേസ് ആണ് റിഫ്രാക്ടറി ക്ലേസ്. അപ്പൊ ആ റിഫ്രാക്ടറി ക്ലേസ് വിച്ച് ഇസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺ ആൻഡ് ക്രഷ്ഡ് വാട്ടർ, അതിനാണ് സ്റ്റോൺ വെയർ എന്ന് പറയുന്നത്. And these are very popularly used for sanitary articles such as wash basins, glazed tiles, water closets, gully traps, sewer pipes, and joints to store the chemicals. അതാണ് എന്ത് സ്റ്റോൺ വെയർ. അപ്പൊ സ്റ്റോൺ വെയർ ഉണ്ടാക്കുന്ന ഈ പറയുന്ന വാഷ് ബേസിൻ, ഗ്ലേസ്ഡ് ടൈൽസ് ഒക്കെ എന്താണ്, വാട്ടർ ക്ലോസറ്റ്സ് ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോൺ വെയർസ് വെച്ചാണ്. ഓക്കെ, ദെൻ അടുത്തൊന്ന് പോർസിലൈൻ ആണ്. ദ പോർസിലൈൻ യൂസ് ടു ഇൻഡിക്കേറ്റ് ഫ്രം ഫൈൻ earthware which is white, thin and semi transparent. Okay, so it's used to indicate fine earthware which is white, thin and semi transparent. ആ ഒരു ഇതിനാണ് പോർസിലൈൻ എന്ന് പറയുന്നത്. So kind of fine earthware. Since the color of porcelain is white, it is also referred as whiteware. അപ്പോൾ പോർസിലൈൻ വൈറ്റ് കളറാണ് whiteware എന്ന് പറയാറുണ്ട്. And it is hard, brittle and non-porous, and it is prepared from clay, feldspar, quartz and mineral. Okay, ഇതിൽ നിന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് പോർസിലൈൻ ഉണ്ടാക്കുന്നത്. The various types of porcelains are available and they are adopted for various uses such as sanitary wares, electric insulators, storage vessels, reactor chambers, crucibles, etc. Okay, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്രാക്ടറീസ് പറഞ്ഞത്. term refractories are used to indicate the substance that are able to resist high temperature. High temperature resist ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് റിഫ്രാക്ടറീസ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് മെയിൻ ആയിട്ടുള്ള എല്ലാ പോർഷൻസ് നമ്മൾ കവർ ചെയ്തു ബിൽഡ് മെറ്റീരിയൽസിൽ. ഓക്കെ, അപ്പൊ എല്ലാവരും ഞാൻ നോട്ട് ഷെയർ ചെയ്തേക്കാം, രണ്ടും നിങ്ങൾ പഠിക്കുക. ഓക്കെ, രണ്ട് നോട്ട്സ് റെഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.